നൈപുണ്യമുള്ള യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള രാജ്യമായി വരും വർഷങ്ങളിൽ ഇന്ത്യ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജനാധിപത്യം, സാങ്കേതികവിദ്യ, നൈപുണ്യമുള്ള യുവജനത എന്നിവയുടെ ശക്തി ഇന്ത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हर इन्वेस्टर भारत को लेकर बहुत ही उत्साहित है. रिफॉर्म, परफॉर्म, ट्रांसफॉर्म के मंत्र पर चलते हुए भारत ने जो विकास किया है രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണെന്നും നൈപുണ്യമുള്ള യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള രാജ്യമായി വരും വർഷങ്ങളിൽ ഇന്ത്യ മാറുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യവസായ നിക്ഷേപത്തിന്റെ പ്രധാന ഇടമായി രാജസ്ഥാൻ ഉയർന്നുവരുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യം എല്ലാ മേഖലകളിലും അതിവേഗ വികസനം കൈവരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ജനാധിപത്യം അഭിവൃദ്ധിപ്പെടുന്നതും സ്വയം ശാക്തീകരിക്കപ്പെടുന്നതും വലിയ നേട്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം പ്രധാനമന്ത്രി നേരത്തെ വീക്ഷിച്ചു. 5000-ലധികം പ്രതിനിധികൾ നിക്ഷേപ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 32 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉച്ചകോടിക്ക് മുന്നോടിയായി നിക്ഷേപ നിർദ്ദേശങ്ങൾക്കായി 30 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. തുടർന്ന് പ്രധാനമന്ത്രി ഹരിയാനയിലും സന്ദർശനം നടത്തും. പാനിപ്പത്തിലെത്തുന്ന പ്രധാനമന്ത്രി LICയുടെ ബീമാ സഖി യോജനയ്ക്ക് തുടക്കം കുറിക്കും.